السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുല് ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നമുക്ക് നല്ല തൗഫീഖ് നൽകട്ടെ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പ്രണയത്തിന്റെ അപകടങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചതിന് ശേഷം പ്രണയിച്ചാൽ ഉണ്ടാകുന്ന ചില നേട്ടങ്ങളുണ്ടല്ലോ എന്ന് ചില ആളുകൾ അതിന്റെ ചില പ്രയോജനങ്ങൾ പറഞ്ഞപ്പോൾ അതിന് മറുപടി എന്നോണം മുസന്നിഫ് റഹിമഹുല്ല ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. അങ്ങനെ പറയുന്ന ആളുകൾ ചില ഹദീസുകളും ചില സംഭവങ്ങളുമെല്ലാം വളച്ചൊടിക്കുകയും അത് അവർക്ക് തെളിവായി ഉന്നയിക്കുകയും ചെയ്യലുണ്ട്. അതിനെ സംബന്ധിച്ച് ചില മറുപടികളാണ് കഴിഞ്ഞ ദർസിൽ പറഞ്ഞത്. അതിനുശേഷം മുസന്നിഫ് റഹിമഹുല്ല പറയുന്നു, വലാ റൈബ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഖദ് ഹുബ്ബിബ ഇലൈഹി നിസാ. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകളോടുള്ളതായ ഇഷ്ടത്തെ പ്രിയങ്കരമാക്കിയിട്ടുണ്ട്. ഇത് സംശയമില്ലാത്ത കാര്യമാണ്. കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് സൈനബ് റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹവുമായി ബന്ധപ്പെട്ട ചില തെറ്റിദ്ധാരണകൾ ആളുകൾ പ്രചരിപ്പിക്കലുണ്ടായി. അത് യഥാർത്ഥത്തിൽ തെറ്റായ ധാരണയാണെന്നും അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നുമാണ് പറഞ്ഞത്. അത് പറയുന്നതിനോട് കൂടെ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്ത്രീകളോടുള്ളതായ ഇഷ്ടം അള്ളാഹു നൽകിയിട്ടുണ്ട്. ഇത് സ്ഥിരപ്പെട്ട കാര്യമാണ്. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകുമുൻ നിസാഉ വത്വീബ്. നിങ്ങളുടെ ദുനിയാവിന്റെ കാര്യങ്ങളിൽ നിന്ന് സ്ത്രീകളെയും അതേപോലെ തന്നെ സുഗന്ധത്തെയും എനിക്ക് പ്രിയങ്കരമാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വജുഇലതു ഖുർറതു ഐനി ഫിസ്സലാം. അതേപോലെ തന്നെ നമസ്കാരത്തെ എന്റെ കണ്ണിന് കുളിർമയുമാക്കപ്പെട്ടു. ഇത് രണ്ടും പറഞ്ഞു. ഇവിടെ നമസ്കാരമാണ് ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ദുനിയാവുമായി ബന്ധപ്പെട്ടതാണ്, സുഗന്ധവും അതേപോലെ തന്നെ സ്ത്രീകളും. രണ്ടാമത് പറഞ്ഞ നമസ്കാരം ദുനിയാവുമായി ബന്ധപ്പെട്ടതല്ല, ആഖിറവുമായി ബന്ധപ്പെട്ടതാണ്, ദീനുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ ദീനുമായി ബന്ധപ്പെട്ടതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചത് കൺകുളിർമ എന്നാണ്. സ്നേഹത്തെക്കാൾ കൂടുതൽ അതിന്റെ ഉപരിയിൽ നിൽക്കുന്ന ഒരു ബന്ധമാണ് കണ്ണിന് കുളിർമയുണ്ടാവുക എന്നുള്ളത്. അപ്പൊ ഈ ഹദീസ് സ്ഥിരപ്പെട്ടതാണ്. എന്നാൽ ഹാദാ ലഫ്ദുൽ ഹദീസ്, ഇതാണ് ആ ഹദീസിന്റെ പദങ്ങൾ, ഇതാണ് ലാ മാ യർവീഹി ബഅദുഹും. ചില ആളുകൾ ഇതിനെ ഉദ്ധരിക്കുമ്പോൾ ഈ രീതിയിൽ ഉദ്ധരിക്കലുണ്ട്, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാസുൻ. നിങ്ങളുടെ ദുനിയാവിന്റെ കാര്യങ്ങളിൽ നിന്ന് 3 കാര്യങ്ങൾ എനിക്ക് പ്രിയങ്കരമാക്കപ്പെട്ടു എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നത്. കാരണം നമസ്കാരം എന്നുള്ളത് ദുനിയാവിന്റെ കാര്യമല്ല, നമസ്കാരം എന്നുള്ളത് ദീനിന്റെ കാര്യമാണ്. ദുനിയാവിന്റെ കാര്യങ്ങളിൽ നിന്ന് പ്രിയങ്കരമാക്കപ്പെട്ടത് ഈ ആദ്യം പറഞ്ഞ 2 കാര്യങ്ങളാണ്. അതിനുശേഷം മുസന്നിഫ് പറയുന്നു, സാദൽ ഇമാമു അഹ്മദു ഫി കിതാബി സുഹുദി ഫി ഹാദൽ ഹദീസ്. ഈ ഹദീസിൽ ഉദ്ധരിക്കുമ്പോൾ ഇമാം അഹ്മദ് കിതാബു സുഹുദിൽ കുറച്ച് അധികമായി ചില പദങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പദങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ട് മുസന്നിഫ്. പക്ഷേ ഇമാം അഹ്മദ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സുഹുദിൽ അത് ഉദ്ധരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഉലമാക്കൾ അതിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നത്. എന്നാൽ മുസന്നിഫ് അത് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ഇമാം അഹ്മദ് റഹിമഹുല്ലയുടെ സുഹുദ്, കിതാബ് സുഹുദ്, ഇത് പ്രശസ്തമായ ഗ്രന്ഥമാണ്. പല ഉലമാക്കളും ഈ ഉദ്ധരണി അവിടെ തിരഞ്ഞിട്ടും എന്ത് ചെയ്തിട്ടില്ല, ലഭ്യമായിട്ടില്ല. സുയൂത്തി പറയുന്നുണ്ട്, ഞാൻ
പല ആവർത്തി കിതാബ് സുഹുദ് വായിച്ചുവെങ്കിലും ഈ ഉദ്ധരണി അതിൽ ലഭ്യമല്ല. ഇതാണ് അസ്ബിറു അനി ത്വആമി വശറാബ് വലാ അസ്ബിറു അൻഹുന്ന. ഭക്ഷണവും പാനീയവും കുടിക്കാതെ എനിക്ക് ക്ഷമ അവലംബിക്കാൻ സാധിക്കും, വിശപ്പും ദാഹവും സഹിക്കാൻ സാധിക്കും. വലാ അസ്ബിറു അൻഹുന്ന, പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് എനിക്ക് ക്ഷമ അവലംബിക്കാൻ സാധിക്കുകയില്ല എന്നൊരു റിപ്പോർട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് എന്ത് ചെയ്തിട്ടില്ല, ഇമാം അഹമ്മദ് സുഹുദിൽ കൊണ്ടുവന്നതല്ല. എങ്ങനെയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്ത്രീകളോട് പ്രത്യേകമായി ഇഷ്ടം നൽകപ്പെട്ടിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വഖദ് ഹസദഹു അഅദാഉല്ലാഹിൽ യഹൂദു അലാ ദാലിക ഫഖാലു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിന്റെ ശത്രുക്കളായ ജൂതന്മാർ ഈ കാര്യത്തിന് വേണ്ടി ശത്രുത വച്ചിരുന്നു, അസൂയ വച്ചിരുന്നു. അവര് പറഞ്ഞു, മാ ഹമ്മുഹു ഇല്ല നിക്കാഹ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിന്ത നിക്കാഹ് മാത്രമാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കലുണ്ടായി. അപ്പൊ ഫറദ്ദല്ലാഹു സുബ്ഹാനഹു അൻ റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വനാഫഹ അൻ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് മറുപടി കൊടുക്കുകയും നബിയെ പ്രതിരോധിക്കുകയും ചെയ്യുന്നുണ്ട്. അത് പ്രകാരമാണ്, അം യഹ്സുദൂന അന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി. അല്ലാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലെങ്കിൽ ഈ ഉമ്മത്തിന് നൽകിയതിന്റെ പേരിൽ അവർ ഈ ജനങ്ങളോട് എന്ത് ചെയ്യുകയാണോ, അസൂയ വെക്കുകയാണോ? ഫഖദ് ആതൈന ആല ഇബ്രാഹിം അൽ കിതാബ വൽ ഹിക്മത വആതൈനാഹും മുൽക്കൻ അദീമ. ആലു ഇബ്രാഹിമിന് നാം പരിശുദ്ധ ഗ്രന്ഥങ്ങൾ നൽകിയിട്ടുണ്ട്, ഹിക്മത്ത് നൽകിയിട്ടുണ്ട്, അതേപോലെ വലിയ അധികാരവുമെല്ലാം നൽകിയിട്ടുണ്ട്. അപ്പൊ അള്ളാഹു എന്റെ ഫദ്ലായി കൊടുക്കുന്നതിന്റെ പേരിൽ ഇവർ അസൂയ വെക്കുകയാണോ എന്ന് അള്ളാഹു അവർക്ക് മറുപടി പറയുന്നുണ്ട്. ഇതിനെ വിശദീകരിക്കുന്നതിന്റെ ഉലമാക്കൾ പറയുന്നത്, ഇവിടെ ജൂതന്മാർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അസൂയ വെച്ചത് സ്ത്രീകൾ വിവാഹം കഴിക്കാൻ അനുമതി നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായ അനുമതി ഉണ്ടായി. ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം നാലു പേര് വിവാഹം കഴിക്കാനുള്ള അനുമതിയുണ്ട്. അതിനെ സംബന്ധിച്ചാണ് ചില മുഫസ്സിറുകൾ പറയുന്നുണ്ടെങ്കിലും ഇമാം തൊബരിയെ പോലുള്ളതായ മുഫസ്സിരീങ്ങൾ പ്രാബല്യം നൽകുന്ന അഭിപ്രായം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന നുബൂവത്തിന്റെ കാര്യത്തിൽ അവരെന്ത് ചെയ്തു, അസൂയ വെച്ചു എന്നുള്ളതാണ്. അതാണ് പ്രബലമായ അഭിപ്രായമായി സൂചിപ്പിക്കുന്നത്. എന്നിട്ട് ഇത് പുരുഷന്റെ ഒരു പ്രകൃത്യാലുള്ളതായ സ്വഭാവമാണ്. അതായത് സ്ത്രീകളോട് അവർക്ക് സ്വാഭാവികമായും സ്നേഹമുണ്ട് എന്നുള്ളതിനെ ബലപ്പെടുത്തുന്ന മറ്റുള്ള തെളിവുകളും കൂടി പറയുകയാണ്. വഹാദ ഖലീലുല്ലാഹി ഇബ്രാഹിം, അള്ളാഹുവിന്റെ ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാം, കാന അൻദഹു സാറ അജ്മലു നിസാഇൽ ആലമീൻ, ലോകത്തുള്ള സ്ത്രീകളിൽ ഏറ്റവും ഭംഗിയുള്ള സ്ത്രീയായ സാറ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഭാര്യയായിരുന്നു. പക്ഷെ വഅഹബ്ബ ഹാജർ, എന്നാൽ ഹാജറിനെ എന്ത് ചെയ്തു, ഇബ്രാഹിം അലൈഹിസ്സലാം ഇഷ്ടപ്പെട്ടു. വതസറ ബിഹ, അങ്ങനെ അവരെ അടിമയായി സ്വീകരിച്ചു. അപ്പൊ ഇത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രകൃതമാണത്. വഹാദ ദാവൂദ് കാന അൻദഹു 99 ഇംറഅ, ദാവൂദ് അലൈഹിസ്സലാമിന് 99 ഭാര്യമാരുണ്ടായി. ഫഅഹബ്ബ തിൽകൽ മർഅ, കഴിഞ്ഞ ദർസിൽ പറഞ്ഞതുപോലെ ദാവൂദ് അലൈഹിസ്സലാം ആ സ്ത്രീ എന്ത് ചെയ്തു, അവരോട് ഇഷ്ടമുണ്ടായി. വതസവ്വജഹ ഫകമ്മലൽ മിഅ, അങ്ങനെ അവരെയും കൂടി വിവാഹം കഴിച്ച് 100 ഭാര്യമാരെ സ്വീകരിച്ചു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് ഉദ്ധരിക്കപ്പെടുന്ന സംഭവങ്ങൾ അത് ഹദീസിൽ സ്ഥിരപ്പെട്ടതല്ല എങ്കിലും അതിന്റെ വിശദാംശങ്ങളെ സംബന്ധിച്ച് പല കഥകൾ വരുന്നുണ്ട്. ആ കഥകളൊന്നും തന്നെ എന്ത് ചെയ്തിട്ടില്ല, സ്ഥിരപ്പെട്ടു വന്നതല്ല. അതുപോലെ വഹാദ സുലൈമാൻ ബിനുഹു കാന യതൂഫു ഫിൽ ലൈലത്തി അലാ 90 ഇംറഅ, സ്ഥിരപ്പെട്ട ഹദീസിൽ വന്നതാണ്. ദാവൂദ് അലൈഹിസ്സലാമിന്റെ മകൻ സുലൈമാൻ അലൈഹിസ്സലാം ഒരു രാത്രിയിൽ 90 ഭാര്യമാരുടെ അടുക്കൽ എന്ത് ചെയ്യുമായിരുന്നു, സന്ദർശിക്കുമായിരുന്നു എന്ന് സ്ഥിരപ്പെട്ട ഹദീസുകളുണ്ട്. ആ വിഷയത്തിൽ വേറെയും സ്ഥിരപ്പെട്ട ഹദീസുകൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. വഖദ് സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ അഹബ്ബിൻ നാസി ഇലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, ജനങ്ങളിൽ ആരോടാണ് ഏറ്റവും ഇഷ്ടമുള്ളത്? ഫഖാല ആയിഷ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആയിഷയോടാണ്. വഖാല അൻ ഖദീജ, ഖദീജ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് പറഞ്ഞു ഇന്നി റുസിഖ്തു ഹുബ്ബഹ, അവരുടെ സ്നേഹം എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അപ്പോ ഫമഹബ്ബത്തു നിസാഇ മിൻ കമാലിൽ ഇൻസാൻ, സ്ത്രീകളോട് സ്നേഹം ഉണ്ടാവുക എന്നുള്ളത് മനുഷ്യന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്. ഒരു മനുഷ്യൻ സ്വാഭാവികമായ മനുഷ്യനാണെങ്കിൽ സ്വാഭാവികമായിട്ടുണ്ടാവും, അവന് സ്ത്രീകളോട് സ്നേഹം ഉണ്ടാവും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞത് കാണാം. ഇത് പറഞ്ഞത് താബിഈങ്ങളിലെ പ്രമുഖ പണ്ഡിതൻ സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ലായോടാണ്. അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല, അദ്ദേഹത്തിന്റെ മുഖത്ത് താടിയൊന്നും മുളച്ചിട്ടില്ല.
ചെറുപ്രായമാണ്. ആ സമയത്ത് നീ വിവാഹം കഴിച്ചില്ലയോ എന്ന് ചോദിച്ചു. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഇല്ല, വിവാഹം കഴിച്ചിട്ടില്ല. അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, ഖൈറു ഹാദിഹിൽ ഉമ്മത്തി അക്തറുഹാ നിസാഅൻ, ഈ ഉമ്മത്തിലെ ഏറ്റവും ഖൈറായവർ, നന്മയുള്ളവർ, അവർ ധാരാളം സ്ത്രീകളെ ഭാര്യമാരായി സ്വീകരിക്കുന്നവരാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ കൊണ്ടുവരുന്നതായ കാര്യമാണ്. വഖദ് ദഖറ ഇമാം അഹ്മദ് അന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ വഖഅ ഫീ സഹ്മിഹി യൗമ ജലൂല ജാരിയ. മറ്റൊരു സംഭവം ഇതാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാ പറയുകയാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകന്, അതായത് അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിന് ജലൂല എന്ന സ്ഥലത്ത് അവിടെ നടന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട അടിമകളെ പിടിച്ചപ്പോൾ ഒരു ജാരിയത്തിനെ, ഒരു അടിമ സ്ത്രീയെ അവരുടെ ഓഹരിയായിട്ട് എന്ത് ചെയ്തു? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമക്ക് ലഭിച്ചു. കഅന്ന ഉനുഖഹ ഇബ്രിയഖു മിൻ ഫിദ്ദ, അവരുടെ കഴുത്ത്, പിരടി ഇത് വെള്ളിയേക്കാൾ ശക്തമായി വെട്ടിത്തിളങ്ങുന്നുണ്ട്. അപ്പോ ഖാല അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫമാ സബർതു അൻഹാ അൻ ഖബ്ബൽതുഹാ വന്നാസു യൻദുറൂൻ, എനിക്ക് ക്ഷമയുണ്ടായില്ല, ഞാൻ അവരെന്ത് ചെയ്തു? ചുംബിക്കുകയുണ്ടായി, ജനങ്ങൾ നോക്കി നിൽക്കുകയാണ്. ഇത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഇമാം അഹ്മദും മറ്റുമെല്ലാം ഉദ്ധരിക്കുന്നതാണ്. ഇത് ഉദ്ധരിച്ചതിന് ശേഷം ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നു, വബിഹാദാ ഇഹ്തജൽ ഇമാം അഹ്മദു അലാ ജവാസിൽ ഇസ്തിംതാഇ മിനൽ മസ്ബിയ്യത്തി ഖബല ഇസ്തിബ്റാഇ ബിഗൈരിൽ വത്അ. മസ്ബിയത്ത് എന്ന് പറഞ്ഞാൽ യുദ്ധാനന്തരം പിടിക്കപ്പെടുന്നതായ സ്ത്രീകളാണ്, അവരെയാണ് മസ്ബിയത്ത് എന്ന് പറയുന്നത്. സ്വാഭാവികമായി ഒരു യുദ്ധാർജിതരായ സ്ത്രീകളോ അതല്ലെങ്കിൽ ഒരു അടിമ സ്ത്രീയെ വാങ്ങിക്കഴിഞ്ഞാൽ അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. അവർ ഗർഭത്തിലുള്ളവരാണെങ്കിൽ പ്രസവിക്കണം, അതല്ലെങ്കിൽ അവരുടെ നിശ്ചിത കാലയളവ് 1 മാസം എന്ത് ചെയ്യണം? പൂർണ്ണമാകണം. അവരുടെ വയറ് കാലിയാണ് ഗർഭത്തിൽ നിന്ന് എന്നുള്ളത് എന്ത് ചെയ്യപ്പെടണം? സ്ഥിരപ്പെട്ടതിന് ശേഷമേ അവരുമായി ബന്ധം പാടുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ ഈ മസ്ബിയത്തിനെ സംബന്ധിച്ചിടത്തോളം, ഇങ്ങനെ പിടിക്കപ്പെട്ട സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായ ബന്ധം ജിമാ ചെയ്യുക, ശരിയായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല, അത് പാടില്ല എന്ന് തന്നെയാണ്. എന്നാൽ അതല്ലാത്തതായ സുഖമെടുക്കലുകൾ, ചുംബനം, അതേപോലെ തന്നെ ആലിംഗനം, ഇതുപോലുള്ളതായ കാര്യങ്ങൾ ഇവരുടെ കാര്യത്തിൽ അനുവദനീയമാണ് എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ലക്ക് ഒരു കൗലുണ്ട്. അത് ഈ അഖറിന്റെ അടിസ്ഥാനത്തിലാണ് ഇമാം അഹ്മദ് റഹിമഹുല്ല എന്ത് ചെയ്തത്? കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ ബിഖിലാഫിൽ അമത്തിൽ മുഷ്തറാത്ത്, വാങ്ങിയ ഒരു അടിമ സ്ത്രീക്ക് വിരുദ്ധമായിട്ട്, ഒരു അടിമ സ്ത്രീയെ വാങ്ങിക്കഴിഞ്ഞാൽ അവരുമായിട്ടുള്ള ബന്ധം എന്ത് ചെയ്യാൻ പാടില്ല, അവരുടെ വയറ് കാലിയാണ് അല്ലെങ്കിൽ ഗർഭപാത്രം കാലിയാണ് എന്ന് സ്ഥിരപ്പെട്ടതിന് ശേഷമല്ലാതെ ബന്ധപ്പെടാനും പാടില്ല, അതേപോലെ തന്നെ അതിന് മുന്നോടിയായിട്ടുള്ളതായ സുഖമെടുക്കലും പാടില്ല എന്നുള്ളതാണ്. ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ വൽ ഫർഖു ബൈനഹുമാ അന്ന ഇൻഫിസാഖൽ മിൽക്കി ലാ യുതവഹമു ഫിൽ മസ്ബിയ്യതി ബിഖിലാഫിൽ മുഷ്തറാത്തി ഫഖദ് യൻഫസിഖു ഫീഹാ അൽ മിൽക്ക്. ഇങ്ങനെ യുദ്ധാർജിതമായി ലഭിച്ചിരിക്കുന്നതായ മസ്ബിയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരാൾക്ക് ഉടമപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഉടമസ്ഥതാവകാശം എന്തായി പോവുകയില്ല, നഷ്ടപ്പെട്ടു പോവുകയില്ല. അത് അവർക്ക് ഉറപ്പായി ലഭിച്ചത് തന്നെയാണ്. എന്നാൽ ഒരു സ്ത്രീയെ എന്ത് ചെയ്തു? അടിമ സ്ത്രീയെ വില കൊടുത്തു വാങ്ങിയ ഒരു അടിമ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മിൽക്ക് ഒരു പക്ഷെ നഷ്ടപ്പെട്ടു പോയേക്കാം. എപ്പോഴാണ്? ഈ സ്ത്രീ ഗർഭത്തിലാണ്, അതായത് ഉടമയിൽ നിന്ന് ഗർഭത്തിലാണ് എങ്കിൽ ആ ഉടമ, സ്വതന്ത്രനായ ഉടമയുടെ മകന്റെ ഉമ്മയാണ് ആര്? ഈ പറയുന്ന അടിമ സ്ത്രീ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവനെ വാങ്ങിയെങ്കിലും ഈ മിൽക്കിയത്ത്, ഈ ഉടമസ്ഥത ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയേക്കാം. അതുകൊണ്ട് അവരുമായിട്ട് യാതൊരു രീതിയിലുള്ള ബന്ധവും പാടില്ല. എന്നാൽ ഇവരുമായിട്ട് ബന്ധം അനുവദനീയമാണ് എന്നുള്ളതിന് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഈ സംഭവമാണ് എന്ത് ചെയ്തത്? തെളിവായിട്ട് കൊണ്ടുവന്നത്. വഖദ് ശഫഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലി ആഷിഖിൻ, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രണയിച്ച അല്ലെങ്കിൽ സ്നേഹിച്ച ഒരാൾക്ക് വേണ്ടിയിട്ട് ശുപാർശ നൽകി. അൻ തുവാസിലഹു മഅശൂഖതുഹു ബിഅൻ തതസവ്വജ ബിഹി ഫഅബത്. അവൻ സ്നേഹിച്ചതായ സ്ത്രീ ഇവനുമായി ബന്ധം പുലർത്താൻ വേണ്ടിയിട്ട്, അതായത് ഇവനെ പുനർവിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഫഅബത്, പക്ഷെ ആ സ്ത്രീ എന്ത് ചെയ്തു? അത് നിരസിച്ചു. സംഭവം ഇതാണ്. മുഗീസ് ഓ ബരീറ എന്നവരുടെ ചരിത്രമാണ്. വദാലിക ഫീ ഖിസ്സത്തി മുഗീസ് വ ബരീറ.
മുഗീസ് റളിയല്ലാഹു അൻഹുവിന്റെയും ബരീറയുടെയും കഥയാണ്. فإنه رآه يمشي خلفها بعد فراقها ودموعه تجري على خديه. ഇവർ തമ്മിൽ ബന്ധം ഏർപ്പെട്ടതിന് ശേഷവും മുഗീസ് എന്ത് ചെയ്തു? ബരീറയുടെ പിന്നാലെ നടക്കാൻ തുടങ്ങി. ബന്ധം ഏർപ്പെട്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെ കണ്ണുനീർ വാർത്തുകൊണ്ട് പിന്നിൽ പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഈ സ്ത്രീയോട്, ലൗ റാജഅതീഹി, അവനെ തിരിച്ചെടുത്തിരുന്നുവെങ്കിൽ എന്നെന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശുപാർശ ചെയ്തു. ഫഖാലത്ത്, അബ്ബാ സ്ത്രീ ചോദിച്ചു, അതഅ്മുറുനി യാ റസൂലല്ലാഹ്, നബിയെ താങ്കൾ എന്നോട് കൽപ്പിക്കുകയാണോ? കൽപ്പിക്കുകയാണെങ്കിൽ പിന്നെ സ്വാഭാവികമായും എന്ത് വേണം? അതനുസരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ലാ ഇന്നമാ അഷ്ഫ, അല്ല കൽപ്പനയല്ല, ഞാൻ എന്ത് ചെയ്തതാണ്? ഒരു നിർദ്ദേശം വെച്ചതാണ്, ശുപാർശ മാത്രമാണ്. ഫഖാലത്ത്, അബൂ സ്ത്രീ പറഞ്ഞു, ലാ ഹാജത ലി ബിഹി, എനിക്ക് അവനിൽ എന്തില്ല, യാതൊരു ആവശ്യവുമില്ല എന്ന് പറഞ്ഞു. ഫഖാല ലി അമ്മിഹി, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പിതൃവ്യൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ അബ്ബാസ്, അലാ തഅജബു മിൻ ഹുബ്ബി മുഗീസിൻ ബരീറ വമിൻ ബുഗ്ദിഹാ ലഹു, നിനക്ക് അത്ഭുതം തോന്നുന്നില്ലേ മുഗീസിന് ബരീറയോടുള്ളതായ സ്നേഹത്തെക്കുറിച്ച്, ബരീറക്ക് അദ്ദേഹത്തോടുള്ളതായ കോപത്തെക്കുറിച്ചും നിനക്ക് അത്ഭുതം തോന്നുന്നില്ലേ എന്ന് ചോദിച്ചു. ഇവിടെ വലം യുൻകിർ അലൈഹി ഹുബ്ബഹ, മുഗീസ് ബരീറയെ സ്നേഹിക്കുന്നു എന്നുള്ളതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല, ഇൻകാർ ചെയ്തിട്ടില്ല, അതിന് വിലക്കിയിട്ടില്ല. വഇൻ കാനത ഖദ് ബാനത് മിൻഹു, ഇവർ രണ്ടുപേരും തമ്മിൽ പരസ്പരം ചെയ്തിട്ട് ബായിനായി, അതായത് വിവാഹബന്ധം വേർപെട്ടു എങ്കിൽ പോലും ഫഇന്ന ഹാദാ മാ ലാ യംലികുഹു, കാരണം സ്നേഹിക്കുക എന്നുള്ളത് ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തതാണ്, അത് നിയന്ത്രിക്കാൻ സാധിക്കാത്തതാണ്. സ്നേഹം സ്വാഭാവികമായിട്ടും ഉണ്ടാകാം, പക്ഷെ അത് നിഷിദ്ധത്തിലേക്ക് പോവുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്? ഇസ്ലാം വിലക്കുന്നത്. അങ്ങനെ സ്നേഹം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് അനുവദനീയമായ മാർഗത്തിൽ എങ്ങനെ രൂപപ്പെടുത്താം എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്? ഇസ്ലാം പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, വകാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസാവി ബൈന നിസാഇഹി ഫിൽ ഖസ്മി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം നിയന്ത്രിക്കപ്പെടാൻ പറ്റുകയില്ല എന്നുള്ളതിന് വേറൊരു ഉദാഹരണം കൂടി പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യമാർക്ക് ഇടയിൽ അവർക്കുള്ളതായ ഓഹരിയിൽ എന്ത് ചെയ്യുമായിരുന്നു? തുല്യത കാണിക്കുമായിരുന്നു. വയഖൂൽ, എന്നിട്ട് പറയും, അല്ലാഹുമ്മ ഹാദാ ഖസ്മി ഫീമാ അംലിക്, അല്ലാഹുവേ എനിക്ക് പറ്റുന്ന എന്റെ ഉടമസ്ഥതയിലുള്ളതായ ഖസ്മാണ് ഞാൻ നൽകുന്നത്, ഓഹരിയാണ് ഞാൻ ഇവർക്ക് കൊടുക്കുന്നത്. ഫലാ തലുംനി ഫീമാ ലാ അംലികു, എനിക്ക് ഉടമപ്പെടുത്താൻ പറ്റാത്ത സാധിക്കാത്തതായ കാര്യത്തിൽ എന്നെ എന്ത് ചെയ്യരുത്? എന്നെ ആക്ഷേപിക്കരുത്, എന്നെ കുറ്റപ്പെടുത്തരുത് എന്ന് നബി സല്ലല്ലാഹു. അതായത് യാനി ഫിൽ ഹുബ്ബി, സ്നേഹത്തിന്റെ കാര്യത്തിലാണ്. എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുക എന്നുള്ളത് എന്താവില്ല, സാധ്യമല്ല. സ്നേഹം ചിലപ്പോൾ ഒരാളോട് കൂടുതൽ ഉണ്ടാകും, അതെന്താ ചെയ്യാൻ പറ്റുന്നതല്ല, അത് നിയന്ത്രിക്കാൻ സാധ്യമായതല്ല. എന്നാൽ അവർക്ക് കൊടുക്കേണ്ട നീതി പാലിക്കേണ്ടത് നിർബന്ധമാണ്. ഇസ്ലാം നീതി പാലിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് അവർക്ക് കൊടുക്കുന്ന നഫഖ, ചെലവ് കൃത്യമായിരിക്കണം. അവരുടെ വസ്ത്രത്തിന്റെ കാര്യത്തിൽ നീതി പാലിക്കണം, അവരുടെ പാർപ്പിടത്തിന്റെ കാര്യത്തിൽ, അതേപോലെ തന്നെ അവരുടെ കൂടെ രാത്രിയിൽ ചെലവഴിക്കുന്ന കാര്യത്തിൽ, ഇതിലെല്ലാം എന്ത് ചെയ്യണം? രാത്രി ചെലവഴിക്കുക എന്നുള്ളതാണ്. എന്നാൽ സ്നേഹത്തിന്റെ കാര്യത്തിലും അതേപോലെ തന്നെ അവരുമായി ലൈംഗിക ബന്ധത്തിന്റെ കാര്യത്തിലൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അതൊരു മനുഷ്യനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതല്ല, തുല്യത പാലിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുബ്ബിന്റെ കാര്യത്തിൽ എന്ത് ചെയ്തു? ഒഴിച്ചു നിർത്തി. വഖദ് ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, വലൻ തസ്തതിഉ അൻ തഅദിലു ബൈനൻ നിസാ വലൗ ഹറസ്തും, നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും സ്ത്രീകളുടെ ഭാര്യമാരുടെ ഇടയിൽ നീതി പുലർത്തുക എന്നുള്ളത് നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ യഅനി ഫിൽ ഹുബ്ബി വൽ ജിമാ, സ്നേഹത്തിന്റെ കാര്യത്തിൽ എല്ലാവരോടും നീതി പാലിക്കാൻ എന്ത് ചെയ്യൂല, സാധിക്കുകയില്ല. അതേപോലെ ലൈംഗിക ബന്ധം ഏർപ്പെടുന്ന കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റൂല, എല്ലാവരോടും ഒരേപോലെ നീതി പാലിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യൂല, സാധിക്കുകയില്ല എന്നുള്ളതാണ് അതിന് ഉലമാക്കൾ വിവക്ഷിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ വലം യസലിൽ ഖുലഫാഉ റാഷിദൂന വറുഹമാഉ മിനൻ നാസി യശ്ഫഊന ലിൽ ഉശാഖ് ഇലാ മഅശൂഖിഹിം അൽ ജായിസ് വസ്ലുഹുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേപോലെ ശുപാർശ ചെയ്തു എന്നതുപോലെ, അതായത് ഒരാളുടെ മനസ്സിൽ സ്നേഹം വന്നു, സ്നേഹം വന്നു കഴിഞ്ഞാൽ അത് അനുവദനീയമാക്കി കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മാതൃകയെ പിൻപറ്റിക്കൊണ്ട് ഖുലഫാഉ റാഷിദീങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? അതേപോലെ ജനങ്ങളോട് കരുണയുള്ളവരും ഈ രീതിയിൽ ഉഷാഖീങ്ങൾക്ക് വേണ്ടിയിട്ട്, സ്നേഹം വന്ന ആളുകൾക്ക് വേണ്ടി ശുപാർശ പറഞ്ഞിട്ടുണ്ട്. ഇലാ മഅശൂഖിഹിം, അവർ സ്നേഹിക്കുന്നതായ ആളുകളോട്. പക്ഷെ ആ സ്നേഹിക്കുന്ന ആളുകൾ എങ്ങനെയുള്ളവരായിരിക്കണം? അൽ ജായിസ് വസ്ലുഹുൻ, അവരുമായുള്ള ബന്ധം അനുവദിക്കപ്പെട്ടതായിരിക്കണം. അതായത് ആ അനുവദിക്കപ്പെട്ട ബന്ധം ചേരാൻ പറ്റുന്നതായ ബന്ധമായിരിക്കണം.
ഒരാൾ വേറെ ആളുടെ ഭാര്യയുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. ഇത് അനുവദനീയമായ കാര്യമല്ല. അല്ലെങ്കിൽ നിഷിദ്ധമായ മാർഗങ്ങളിലൂടെയാണ് അവരത് ചെയ്തത്. ആ സ്നേഹം അത് പാടില്ലാത്ത കാര്യമാണ്. എന്നാൽ ഇവർ തമ്മിൽ ഇണങ്ങുക എന്നുള്ളത് അനുവദനീയമാണ്. മഹറമൊന്നുമല്ല, വിവാഹം കഴിക്കൽ അനുവദനീയമായ ആളുകളാണ്. എന്നാൽ അവർ ഇണങ്ങുകയാണ് എന്ത് ചെയ്യേണ്ടത്? ഹറാമുകളിലേക്ക് പോകാതെ, നിഷിദ്ധങ്ങളിലേക്ക് പോകാതെ അനുവദനീയമാക്കി കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇത് ഖുലഫാഉർ റാഷിദീങ്ങൾ ചെയ്തിട്ടുണ്ട്. കമാ തഖദ്ദമ മിൻ ഫിഅലി അബീ ബക്കറിൻ വ ഉസ്മാൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ റളിയല്ലാഹു അൻഹും എല്ലാം ചെയ്തതുപോലെ. അതേപോലെ തന്നെ വകദാലിക അലിയുൻ ഉത്തിയ ബി ഗുലാമിൻ മിനൽ അറബ്, അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു മനുഷ്യനെ, ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവരപ്പെട്ടു. വുജിദ ഫീ ദാരി ഖൗമിൻ ബില്ലൈൽ, അദ്ദേഹം, ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നു, ഒരു ഗോത്രത്തിന്റെ വീട്ടിൽ നിന്നാണ് അദ്ദേഹത്തെ പിടിച്ചത് രാത്രിയിൽ. ഫഖാല ലഹു, അദ്ദേഹത്തോട് ചോദിച്ചു, മാ ഖിസ്സതുക്, എന്താണ് നിന്നെ ഇവിടെ കാണാനുള്ള കാരണം? ഖാല, അദ്ദേഹം പറഞ്ഞു, ലസ്തു ബിസാരിഖിൻ, ഞാൻ മോഷ്ടാവൊന്നുമല്ല, വലാകിന്നി അസ്തുഖുക്, ഞാൻ സത്യം എന്താണെന്ന് പറയാം. എന്നിട്ട് അദ്ദേഹം ഒരു കവിത പാടി, തഅല്ലഖ്തു ഫീ ദാരി റിയാഹി ഖൂദത യുദില്ലു ലഹാ മിൻ ഹുസ്നി മൻദരിഹൽ ബദ്റു. അപ്പൊ മനുഷ്യൻ ഇങ്ങനെ പാട്ടുപാടുകയാണ്, ഞാൻ ദാറു റിയാഹി ഗോത്രത്തിലുള്ളതായ ഒരു സ്ത്രീയുമായിട്ട്, ഹൂദത്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ, അവരുമായിട്ട് എന്റെ ഹൃദയം ബന്ധിക്കപ്പെട്ടു, എനിക്ക് അവരോട് സ്നേഹം വന്നു. യദില്ലു ലഹാ മിൻ ഹുസ്നി മൻദരിഹൽ ബദ്റു, അവരുടെ സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ചന്ദ്രൻ വരെയും ചെയ്യും, അത് ചെറുതായി പോകും. അത്രയ്ക്ക് സൗന്ദര്യമുള്ള ഒരു സ്ത്രീയാണ്. ലഹാ ഫീ ബനാത്തിർ റൂമി ഹുസ്നുൻ വ മൻദറു ഇദാ ഇഫ്തഖറത് ബിൽ ഹുസ്നി ഖാഫത്ഹൽ ഫഖ്റു. റോമിലുള്ള സ്ത്രീകളിൽ ഇവൾക്ക് നല്ല സൗന്ദര്യമുണ്ട്, നല്ല സുന്ദരിയാണവൾ. ഇദാ ഇഫ്തഖറത് ബിൽ ഹുസ്നി, സൗന്ദര്യം കൊണ്ട് ഇവൾ അഭിമാനിക്കുകയാണെങ്കിൽ ഖാഫത്ഹൽ ഫഖ്റു, അഭിമാനം വരെ എന്ത് ചെയ്യും, പേടിച്ചു പോകും എന്നാണ് പറയുന്നത്. ഫലമ്മാ തറക്തു ദാറ മിൻ ഹരി മുഹ്ജത്തി, അങ്ങനെ എന്റെ ഹൃദയം എന്ത് ചെയ്തു, സ്നേഹത്തിന്റെ കാഠിന്യത്താൽ ആ വാതിൽക്കൽ പോയി ഞാൻ മുട്ടി. അബൈതു വഫീഹാ മൻ തവഖദിഹൽ ജംറു, അങ്ങനെ ആ സ്ത്രീ എന്ത് ചെയ്തു, അതിനെ നിരസിച്ചു. അവിടെ എന്ത് ചെയ്യുന്നു, ഒരു തീക്കനൽ കത്തിക്കപ്പെടുന്നുണ്ട്, അതായത് അവരുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്നതാണ്. തബാദർ അഹ്ലുദ്ദാരി ബി സുമ്മ സയ്യഹു ഹുവൽ ലിസ്സു മഹ്തൂമൻ ലഹുൽ ഖത്ലു വൽ അസ്റു. അപ്പോഴത്തേക്കും എന്ത് ചെയ്തു, ആ ഗോത്രത്തിലുള്ളതായ ആളുകൾ പെട്ടെന്ന് ഓടിക്കൂടി, അവര് ബഹളം വെച്ചു, ഇതാ കള്ളം വന്നിരിക്കുന്നു, അവനെ കൊന്നുകളയണം, ബന്ദിയാക്കണം എന്ന് പറഞ്ഞ ആളുകൾ വന്നു. അങ്ങനെയാണ് എന്നെ പിടിക്കപ്പെട്ടത് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ ഫലമ്മാ സമിഅ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ശഅറഹു റഖല, അദ്ദേഹത്തിന്റെ കവിത കേട്ട് അലി റളിയല്ലാഹു അൻഹുവിന് അലിവ് തോന്നി. വഖാല ലിൽ മുഹല്ലബ് ബിൻ റബാഹ്, ആ ഗോത്രത്തിന്റെ ഉടമയാണ്, അദ്ദേഹത്തോട് പറഞ്ഞു, ഇസ്മഹ് ലഹു ബിഹാ. ഫഖാല യാ അമീറുൽ മുഅ്മിനീൻ, അദ്ദേഹത്തിന് എന്ത് ചെയ്യ, വിട്ടുവീഴ്ച കൊടുക്കുക, അല്ലെങ്കിൽ ഈ അടിമ സ്ത്രീയെ എന്ത് ചെയ്യ്, അവർക്ക് അനുവദിച്ചു കൊടുക്കുക, അവർക്ക് കൊടുക്കാൻ എന്ത് ചെയ്തു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഇദ്ദേഹം ആരാണ്, അദ്ദേഹത്തിന്റെ അഡ്രസ് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അന്നഹാസ് ഇബ്നു ഉയൈന എന്ന് പറഞ്ഞു. ഫഖാല ഖുദ്ഹാ ഫഹിയ ലക്, അപ്പൊ ഈ അടിമ സ്ത്രീ എന്ത് ചെയ്തു, ആ ഗോത്രത്തിലുള്ള അടിമ സ്ത്രീയാണ്, അവരെ ഇദ്ദേഹത്തിന് ഉടമപ്പെടുത്തി കൊടുത്തു. അപ്പൊ നിഷിദ്ധങ്ങളിലേക്ക് പോകാതിരിക്കാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ അനുവദനീയമായ ബന്ധം ചേർത്ത് കൊടുക്കുക എന്നുള്ളത് ചെയ്തിരിക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ വഷ്തറ മുആവിയ തുജാരിയ, മുആവിയ റളിയല്ലാഹു അൻഹു ഒരു അടിമ സ്ത്രീയെ വാങ്ങി. ഫഊജിബ ബിഹാ ഇജാബൻ ശദീദ, അവർ വലിയ ഇഷ്ടമായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹുവിന്. അങ്ങനെ ഒരിക്കൽ ഫസമിഅഹ യൗമൻ തുൻഷിദു അബിയാത മിൻഹാ, ഒരു ദിവസം നോക്കുമ്പോൾ ആ അടിമ സ്ത്രീ ഒരു പാട്ട് പാടുകയാണ്. അത് പ്രകാരമാണ്, വഫാറഖ്തുഹു കൽ ഗുസ്നി യഹ്തസു ഫി الثറ ത്വരീറൻ വസീമൻ ബഅദമാ തറ ശാരിബു, ഞാൻ അവനെ പിരിഞ്ഞിരിക്കുകയാണ്. കൽ ഗുസ്നി യഹ്തസു ഫി الثറ, നല്ല പച്ച കൊമ്പ് എവിടെയെങ്കിലും മണ്ണിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടാൽ അതിനെ വാടിപ്പോലോ അതിന്റെ പ്രാരംഭ ദശയില്, അതേപോലെ ഞാൻ തളർന്നിരിക്കുന്നു, എനിക്ക് വിഷമമുണ്ട്, ദുഃഖമുണ്ട് എന്നാണ് പറയുന്നത്. ത്വരീറൻ, ആരുമായിട്ടാണ് ഈ ബന്ധം ഏർപ്പെട്ടത്? ത്വരീറൻ വസീമൻ, വളരെ സുന്ദരനായൊരു ആയിരുന്നു എന്റെ ബന്ധം. ബഅദമാ തറ ശാരിബുഹു, അവരാകട്ടെ എന്ത് ചെയ്തിട്ടില്ല, മീശ പോലും കിളിർത്തിട്ടില്ല. അപ്പൊ ചെറിയൊരു യുവാവുമായിട്ട്, യുവാവിന്റെ അടിമ സ്ത്രീയായിരുന്നു ഇവൾ, അവനുമായിട്ടുള്ള ബന്ധം ഏർപ്പെട്ടപ്പോഴുണ്ടായ വിഷമം ഇങ്ങനെ പാടുകയാണ്. അപ്പോ ഇത് കേട്ടപ്പോ ഫസഅലഹ മുആവിയ റളിയല്ലാഹു അൻഹു അവളോട് ചോദിച്ചു. ഫഅഖബറതുഹു അന്നഹാ തുഹിബ്ബു സയ്യിദഹ, അപ്പൊ ഇവള് പറഞ്ഞു, എനിക്ക് എന്റെ ആദ്യത്തെ സയ്യിദിന് എന്തായിരുന്നു, വലിയ ഇഷ്ടമായിരുന്നു. ഫറദ്ദഹ ഇലൈഹി വഫീ ഖൽബിഹി മിൻഹാ, അപ്പൊ എന്ത് ചെയ്തു, ആ ആദ്യത്തെ ഉടമക്ക് എന്ത് ചെയ്തു,
ഈ സ്ത്രീയെ തിരിച്ചു കൊടുത്തതായിട്ടാണ് എന്ത് ചെയ്യുന്നത് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ സമഖ്ശരി അദ്ദേഹത്തിന്റെ ഒരു സന്ദർഭം പറയുന്നുണ്ട്. അന്ന സുബൈദ ഖറഅത് ഫീ ത്വരീഖി മക്കത അലാ ഹായിത്തിൻ. ഇങ്ങനെ ചില സന്ദർഭങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. പ്രണയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഇതിനെ പല ഉലമാക്കളും ചെയ്യുന്നില്ല, വിശദീകരിക്കുന്നില്ല. ഈ ഗ്രന്ഥം വിശദീകരിക്കുന്ന സമയത്ത് അതിനെ വളരെ വിശാലമായിട്ട് പറയുന്നില്ല. അപ്പോൾ വേറൊരു സ്ത്രീ എന്ത് ചെയ്തു, ഇങ്ങനെ പ്രണയത്തിലായ രണ്ട് ആളുകളെ അനുവദനീയമായ നിലയിൽ എന്ത് ചെയ്തു, അവരുടെ ഇടയിൽ, രണ്ട് ഗോത്രങ്ങളുടെ ഇടയിൽ രഞ്ജിപ്പുണ്ടാക്കുകയും വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്ത വേറെ ചരിത്രം പറയുന്നുണ്ട്. അങ്ങനെ പല ചരിത്രങ്ങളും എന്ത് പറയുന്നുണ്ട്. അപ്പോ സ്നേഹം സ്വാഭാവികമാണ്. അതുണ്ടായിക്കഴിഞ്ഞാൽ അത് ഉണ്ടാവുക എന്നുള്ളത് ശേഷം വിശദീകരിക്കുന്നുണ്ട്. ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക, അതിനെ അനുവദനീയമാക്കി കൊടുക്കുക. ആ ബന്ധം ചേർക്കപ്പെടാൻ അനുവദനീയമായ ബന്ധമാണ് എങ്കിൽ എന്ത് ചെയ്യുക, അത് ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിനുശേഷം അതിന്റെ വിശദീകരണത്തിൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറയാണ്, ഫഇഷ്ഖുൻ നിസാഇ സലാസത്തു അഖ്സാമിൻ. സ്ത്രീകളോടുള്ള സ്നേഹം അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ 3 വിഭാഗമാണ്. അതിൽ ഒന്ന് ഇഷ്ഖുൻ ഹുവ ഖുർബത്തുൻ വ ത്വാഅ. ഒന്നാമത്തെ സ്നേഹം അത് അല്ലാഹുവിനുള്ള ഇബാദത്താണ്, അല്ലാഹുവിനെ അനുസരിക്കലാണ്. അത് വഹുവ ഇഷ്ഖുർ റജുലി ഇംറഅതിഹി വജാരിയതി. ഒരു പുരുഷൻ അവന്റെ ഭാര്യമാരെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ അവന്റെ അടിമ സ്ത്രീകളെ, കീഴിലുള്ള അടിമ സ്ത്രീകളെ സ്നേഹിക്കുക. വഹാദൽ ഇഷ്ഖു നാഫിഉൻ. അത് പ്രയോജനകരമാണ്. ഫഇന്നഹു അദ്ആ ഇലൽ മഖാസിദി അല്ലതി ശറഅ അല്ലാഹു ലഹ നിക്കാഹ്. ഇത് ശരീഅത്ത് പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണ്. ശരീഅത്തിന്റെ മഖാസിദുകളിൽപ്പെട്ട, ഉദ്ദേശ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ് നിക്കാഹ് ചെയ്യുക, അതേപോലെ തന്നെ അവരെ സ്നേഹിക്കുക എന്നുള്ളത്, പരിപാലിക്കുക എന്നുള്ളതുമെല്ലാം. വഅഖഫു ലിൽ ബസ്രി വൽ ഖൽബി അൻ തതല്ലുഇ ഇലാ ഗൈരി അഹ്ലിഹി. അനുവദനീയമല്ലാത്ത കാര്യങ്ങളിലേക്ക് കണ്ണ് പായുന്നതിനെ തൊട്ട്, ഹൃദയം ആ ചിന്തകളിലേക്ക് പോകുന്നതിനെ തൊട്ട് തടയാൻ ഏറ്റവും നല്ല കാര്യവും എന്താണ്, വിവാഹം കഴിക്കുക എന്നുള്ളതാണ്. വലിഹാദ യുഹ്മദു ഹാദൽ ആശിഖു ഇൻദല്ലാഹ് വ ഇൻദന്നാസ്. അതുകൊണ്ട് അങ്ങനെ പ്രണയിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്തുത്യർഹരായ ആളുകളാണ്. അവർ എന്താണ്, ജനങ്ങളുടെ അടുക്കലും സ്തുത്യർഹരായ ആളുകളായിരിക്കും. വേറൊരു ഇഷ്കുണ്ട്, രണ്ടാമത്തേത് വഇഷ്കുൻ ഹുവ മഖ്തും മിനല്ലാഹ്. ആ സ്നേഹം മുഖേന അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കഠിനമായ കോപത്തിന് ഇരയായി തീരുന്നതായ സ്നേഹമാണ്. അള്ളാഹു അവരെ ഇഷ്ടപ്പെടുകയില്ല, ശക്തമായ വെറുപ്പ് അള്ളാഹുവിന്റെ ഭാഗത്ത് അവനക്കുണ്ടാകും. വബുഅദും മിൻ റഹ്മതിഹി. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അവർ വളരെ വിദൂരമായി പോകും. വഹുവ അദറു ഷൈഇൻ അലൽ അബ്ദി ഫീ ദീനിഹി വദുനിയാ. ഒരു മനുഷ്യന്റെ ദീനിലും ദുനിയാവിലും അവന് ബാധിക്കുന്ന ഏറ്റവും വലിയ അപകടവും അസ്നേഹമാണ്. വഹുവ ഇഷ്കുൽ മുർദാൻ. അത് പ്രായമാകാത്ത ആൺകുട്ടികളെ പ്രണയിക്കലാണ്, സ്വർഗലൈംഗികതയുമായി ബന്ധപ്പെട്ടതാണ്. ഫമബ്തുലിയ ബിഹി ഇല്ലാ മൻ സഖത മിൻ ഐനില്ലാ. ആരാണോ ഈ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടത്, അവൻ അള്ളാഹുവിന്റെ കണ്ണിൽ നിന്ന് എന്ത് ചെയ്തു, വീണുപോയി, അവന്റെ റഹ്മത്തിൽ നിന്ന് അവൻ വീണുപോയി. വതുരിദ അൻ ബാബിഹി. അള്ളാഹുവിന്റെ വാതിൽക്കൽ നിന്ന് അവൻ എന്ത് ചെയ്തു, ആട്ടി ഓടിക്കപ്പെടും. വഉബഇദ ഖൽബുഹു അൻ. അവന്റെ ഹൃദയം അള്ളാഹുവിൽ നിന്ന് എന്ത് ചെയ്യും, വിദൂരത്താക്കും. വഹുവ മിൻ അഅ്ദമിൽ ഹുജുബിൽ ഖാതിഅതി അനില്ലാഹ്. അള്ളാഹുവിനെ തൊട്ട് അവന്റെ ബന്ധം മുറിച്ചു കളയുന്ന ഏറ്റവും വലിയ ഒരു മറയാണ്, ഒരു ഹിജാബാണെന്ത്, ഈ പറയുന്ന പ്രണയം. അള്ളാഹുവുമായുള്ള ബന്ധം തകർത്ത് കളയുന്ന ഒരു രോഗമാണത്. കമാ ഖാല ബഅദു സലഫ്. സലഫുകളിൽ ചിലർ പറഞ്ഞു, ഇദാ സഖതൽ അബ്ദു മിൻ ഐനില്ലാഹ്. അള്ളാഹുവിന്റെ കണ്ണിൽ നിന്ന് ഒരു അടിമ വീണുപോയി കഴിഞ്ഞാൽ, ഇബ്തലാഹു ബിമഹബ്ബത്തിൽ മുർദാൻ. അവനെ അള്ളാഹു ശിക്ഷിക്കുന്ന ശിക്ഷയാണെന്ത്, ഈ പറയുന്ന അമൃതുകളായ ചെറിയ ആൺകുട്ടികളെ പ്രണയിക്കുക എന്നുള്ളത്. അവരോടുള്ള സ്നേഹം അള്ളാഹു പരീക്ഷണമായിട്ട് എന്ത് ചെയ്യുന്നതാണ്, ഇവനെ കൊടുക്കുന്നതാണ്, ഇവന് കഠിനമായ ശിക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കണം. വഹാദിഹിൽ മഹബ്ബത്തു ഹിയല്ലതി ജലബത് അലാ ഖൗമി ലൂത്തിൻ മാ ജലബത്. ലൂത്ത് അലൈഹിസ്സലാമിന്റെ സമൂഹത്തിന് വന്നെത്തിയതായ, അവരിലേക്ക് വലിയ നാശം വിളിച്ചു വരുത്തിയ എന്താണ്, ഈ പറയുന്ന സ്നേഹമായിരുന്നു. ഫമാ ഊതു ഇല്ലാ മിൻ ഹാദിൽ ഇഷ്ക്. അവർക്ക് നൽകപ്പെട്ടത് ഈ പ്രണയത്തിന്റെ കാര്യത്തിലല്ലാതെ വേറൊന്നുമല്ല. അത് മുഖേനയാണ് അവർക്ക് വലിയ നാശം അനുഭവിച്ചത്. ഒരു സമൂഹത്തെയും നശിപ്പിക്കപ്പെടാത്ത രീതിയിൽ കഠിനമായിട്ട് എന്ത് ചെയ്തു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നടങ്കം എന്ത് ചെയ്തു, ആ സമൂഹത്തെ നശിപ്പിച്ചു കളഞ്ഞ് ഈ പ്രണയത്തിന്റെ കാര്യത്തിലായിരുന്നു. അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞു, ലഅംറുക ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ. താങ്കളുടെ ജീവിതം തന്നെ സത്യം, അവർ അവരുടെ ഈ ലഹരിയിൽ മുഴുകി ജീവിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്.
വദവാഉ ഹാദ, ഈ ഒരു രോഗം ഒരാൾക്ക് പിടിപെട്ടാൽ എന്താണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മരുന്ന്? അൽ ഇസ്തിആനത്തു ബിമുഖല്ലിബിൽ ഖുലൂബ്, ഹൃദയത്തെ മാറ്റിമറിക്കുന്ന അള്ളാഹുവിനോട് സഹായം ചോദിക്കലാണ് അതിനുള്ള മരുന്ന്. വസുദ്ഖുൽ ലജഇ ഇലൈഹി, അവനിലേക്ക് സത്യസന്ധമായി എന്ത് ചെയ്യലാണ്? അഭയം ചോദിക്കലാണ്. വൽ ഇഷ്തിഗാലു ബിദിക്രി, അള്ളാഹുവിന്റെ ദിക്റിലായിട്ട് അവൻ മുഴുകലാണ്. വത്തഅഊദു ബിഹുബ്ബിഹി വഖുർബിഹി, അവനോടുള്ളതായ ഹുബ്ബും സാമീപ്യവും ഇതിന് പകരം വെക്കലാണ്. വത്തഫക്കുറു ഫിൽ അലമില്ലദീ യുഅഖിബുഹു ഹാദൽ ഇഷ്ക്, ഈ പ്രണയം അവനെ കൊണ്ടെത്തിക്കുന്ന കഠിനമായ വേദനയെ സംബന്ധിച്ച് അവൻ എന്ത് ചെയ്യണം? ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഇത് വലിയ നാശമാണ്. ദുനിയാവ് നശിക്കും, കുടുംബം നശിക്കും, സമൂഹം നശിക്കും, മക്കൾ നശിക്കും, നാളാഖിറവും നശിക്കും. വലിയ വേദനകൾ അവനിലേക്ക് വന്നു ചേരും എന്നതിനെ ആ ശിക്ഷയെ സംബന്ധിച്ച് എന്ത് ചെയ്യുക? ചിന്തിച്ചുകൊണ്ടിരിക്കലാണ്. വല്ലദത്തുല്ലതി തഫൂതുഹു ബി, ഇത് മുഖേന അവന് ലഭിക്കാനുള്ള വലിയ ആനന്ദങ്ങളുണ്ട്. ആനന്ദം എന്ത് ചെയ്യും? ഇത് മുഖേന നഷ്ടപ്പെട്ടു പോകും. ഇതില്ല എങ്കിൽ അവന് ലഭിക്കേണ്ടതായ വലിയ ആനന്ദങ്ങൾ, സുഖങ്ങൾ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞതാണ്. 3 ആനന്ദങ്ങളെ സംബന്ധിച്ച് ദുനിയാവിൽ അവന് ലഭിക്കുന്ന ആനന്ദമുണ്ട്, ആഖിറത്തിലും വലിയ ആനന്ദമുണ്ട്. ഈ ആനന്ദങ്ങൾ എന്ത് ചെയ്യും? ഇത് മുഖേന ഇല്ലാതെയാകും. ഫയതറത്തബു അലൈഹി ഫവാതു അഅദമി മഹബൂബിൻ, മാത്രമല്ല ഏറ്റവും മാത്തായ, ഏറ്റവും ഉന്നതമായ മഹബൂബ് എന്ത് ചെയ്യും? ഇത് മുഖേന നഷ്ടപ്പെടും. അള്ളാഹുവിനോടുള്ള സ്നേഹം എന്ത് ചെയ്യും? ഇത് മുഖേന നഷ്ടപ്പെടും. റസൂലിനെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല, പരിശുദ്ധ ഖുർആൻ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. വഹുസൂലു അഅദമി മക്റൂഹിൻ, ഏറ്റവും വെറുക്കപ്പെട്ടത് അവനക്ക് എന്ത് ചെയ്യും? കരഗതമാവുകയും ചെയ്യും. ഫഇദാ അഖദംത നഫ്സുഹു അലാ ഹാദാ വആഥറത്ഹു, ഇനിയും അവന്റെ നഫ്സ് ഇതിലേക്ക് പോവുകയാണെങ്കിൽ, ഇതിലേക്ക് മുന്നിടുകയാണെങ്കിൽ, ഇതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എങ്കിൽ ഫൽയുകബ്ബിർ അലൈഹാ തക്ബീറതു അലൽ ജനാസ, ആ നഫ്സിന്റെ മേൽ ജനാസയുടെ മേലുള്ള തക്ബീർ ചൊല്ലിക്കോ. ആ നഫ്സിന്റെ മേൽ നീ ജനാസ സംസ്കരിച്ചോ. ആ നഫ്സ് തീരിക്കുന്നു, മരിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. വൽയഅലം അന്നൽ ബലാഅ ഖദ് അഹാത ബി, അറിഞ്ഞുകൊള്ളുക അവന്റെ മേൽ വലിയ ശിക്ഷ ചെയ്തിട്ടുണ്ട്, അവനെ മുച്ചൂടും ചൂടിയിട്ടുണ്ട്, അവനെ വലയം ചെയ്തിട്ടുണ്ട്, അവൻ നാശത്തിലേക്ക് പോയി എന്ന് എന്ത് ചെയ്തുകൊള്ളുക? മനസ്സിലാക്കിക്കൊള്ളുക. ഇതാണ് 2ാമത്തെ ഇനം. 3ാമത്തെ ഇനം സ്നേഹം. വൽ ഖിസ്മു സാലിസു മിനൽ ഇഷ്ഖി, ഇഷ്കിൽ നിന്ന് 3ാമത്തെ ഇനം ഇഷ്കുൻ മുബാഹുൻ ലാ യുംലിക്, അനുവദനീയമായ സ്നേഹമാണ്. അത് ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? പിടിച്ചു വെക്കാൻ സാധിക്കുകയില്ല, നിയന്ത്രിക്കാൻ സാധിക്കാത്തതാണ്. ഏതുപോലെ ജമീല, ഒരു ഭംഗിയുള്ള സ്ത്രീയെ സംബന്ധിച്ച് അവന്റെ മുന്നിൽ പറയപ്പെട്ടു, എന്റെ ഒരു സ്ത്രീയുണ്ട്, അവർക്ക് ഇന്ന ഇന്ന ഗുണങ്ങളുണ്ട്, അവർ ദീനിയായിട്ട് വലിയ മർത്തബയിലുള്ള ആളാണ്, അല്ലെങ്കിൽ അവരുടെ ഭംഗി ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ എന്ത് ചെയ്തു? ഒരാളോട് പറഞ്ഞു. അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ത് ചെയ്തു? പൊടുന്നനെ അവൻ കണ്ടു, അവൻ മനഃപൂർവ്വം അവരിലേക്ക് നോക്കിയതല്ല, 1ാമത്തെ നോട്ടം അനുവദിക്കപ്പെട്ടതാണ്. അങ്ങനെ ഫുജഅത്തായിട്ട് പെട്ടെന്ന് എന്ത് ചെയ്തു? ഒരു സ്ത്രീ അവൻ കണ്ടുപോയി, ഉദ്ദേശം കൂടാതെ. ഫഔറസഹു ദാലിക ഇഷ്കൻ ലഹ, അത് അവളുടെ മനസ്സിൽ എന്ത് ചെയ്തു? അവളോടൊരു ഇഷ്ടമുണ്ടായി. ഇങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്, അനുവദിക്കപ്പെട്ടതാണ്. പക്ഷേ വലം യുഹദിസ് ലഹു ദാലികൽ ഇഷ്കു മഅസിയ, ആ ഇഷ്ക് എന്ത് ചെയ്യാൻ പാടില്ല? മാസിയത്തിലേക്ക്, പാപത്തിലേക്ക് അവനെ കൊണ്ടുപോകാൻ പാടില്ല. വീണ്ടും തുടരെ നോക്കുക എന്നുള്ളത് നിഷിദ്ധമായ കാര്യമാണ്, അല്ലെങ്കിൽ നിഷിദ്ധമായ ബന്ധങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. സ്നേഹം സ്വാഭാവികമായിട്ടും ചിലപ്പോൾ എന്ത് ചെയ്യാം? ഹൃദയത്തിൽ ഉണ്ടാകാം, അത് അനുവദിക്കപ്പെട്ടതാണ്. അങ്ങനെ ആ സ്നേഹം ഉണ്ടാവുക എന്നുള്ളത് നിയന്ത്രിക്കപ്പെടാൻ പറ്റാത്തതാണ്, സ്വാഭാവികമായിട്ട് ഉണ്ടാകാം മനുഷ്യന്. അതിന്റെ പേരിൽ അവൻ എന്തുമല്ല ശിക്ഷിക്കപ്പെടുകയുമില്ല, അവൻ ഹറാമിലേക്ക് പോയിട്ടില്ല എങ്കിൽ. വൽ അൻഫഉ ലഹു മുദാഫഅത്ത്, ഏറ്റവും ഉചിതമായത് അവൻ അതിനെ തീരാണ്, പ്രതിരോധിക്കലാണ്. വൽ ഇഷ്തിഗാലു ബിമാ ഹുവ അൻഫഉ ലഹു മിൻ, അതിനേക്കാൾ അവന് പ്രയോജനകരമായ കാര്യത്തിൽ അവൻ എന്ത് ചെയ്യും? മുഴുകുക. അതിലൂടെയാണ് രക്ഷപ്പെടാൻ സാധിക്കുക. ഇതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ 3 ഇനം ആനന്ദങ്ങൾ പറഞ്ഞതുപോലെ ഏറ്റവും പ്രയോജനമായ കാര്യങ്ങൾ ചെയ്യുക. അനുവദിക്കപ്പെട്ട ധാരാളം കാര്യങ്ങളുണ്ട്, പക്ഷെ അതിന്റെ പിന്നാലെ പോയാൽ അവന് ലഭിക്കാനുള്ള വലിയ ദറജകൾ നാളെ ആഖിറത്തിൽ എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകും. ചിലപ്പോൾ അനുവദനീയമായതായിരിക്കാം, പക്ഷെ അതിന്റെ പിന്നാലെ പോയാൽ വലിയ സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു പോകും ആഖിറത്തിൽ ലഭിക്കാനുള്ളത്. അതുകൊണ്ട് ഇതിനേക്കാൾ പ്രയോജനമായ കാര്യങ്ങളിൽ അവൻ മുഴുകട്ടെ. വൽ വാജിബു അലാ ഹാദാ അൻ യക്തിമ, അവന്റെ മേൽ നിർബന്ധമായ കാര്യം അവനത് മൂടിവെക്കലാണ്. അവന്റെ മനസ്സിൽ തോന്നിയ കാര്യം അവൻ എന്ത് ചെയ്യട്ടെ? മൂടിവെക്കട്ടെ. വയസ്ബിറ, അവൻ ചാരിത്രം കാത്തു സൂക്ഷിക്കട്ടെ, ക്ഷമ അവലംബിക്കട്ടെ. അലാ ബൽവ, ഈ പരീക്ഷണത്തിന്റെ മേൽ. ഫയുസബ്ബിതുഹുല്ലാഹു അലാ ദാലിക്, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എന്ത് ചെയ്യും? സബാത്ത് നൽകും, സ്ഥൈര്യം നൽകും. വയുഅവ്വിദു അലാ സബ്രിഹി ലില്ലാഹി വഇഫതിഹി വതർകിഹി താഅത ഹവ
വഈസാരി മർളാത്തില്ലാഹി വമാ ഇൻദാ, അള്ളാഹു അവനെന്ത് ചെയ്യും? വലിയ പ്രതിഫലം കൊടുക്കും. ഇവന്റെ ഈ ക്ഷമക്ക് പകരമായി, അള്ളാഹുവിന് വേണ്ടി ഇവൻ ക്ഷമിച്ചതിന്റെ ഫലമായി, അവൻ അവന്റെ ശുദ്ധി കാത്തു സൂക്ഷിച്ചതിന്റെ പേരിൽ അള്ളാഹുവിനെ അവൻ അവന്റെ മനസ്സിന്റെ ഇച്ഛയെ അവൻ എന്ത് ചെയ്തു? പിന്തുടരാതെ അവൻ അതിനെന്ത് ചെയ്തു? ഉപേക്ഷിച്ചു. മനസ്സിന്റെ ഇച്ഛയെ വിട്ടുകളഞ്ഞു. എന്നിട്ട് അള്ളാഹുവിന് വേണ്ടി അവൻ ക്ഷമ അവലംബിച്ചു. അള്ളാഹുവിന്റെ തൃപ്തി അവൻ എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു. സ്വന്തം മനസ്സിന്റെ ഇച്ഛയേക്കാൾ അള്ളാഹുവിന്റെ തൃപ്തി എന്ത് ചെയ്തു? അവൻ തെരഞ്ഞെടുത്തു എന്നുള്ള കാരണത്താൽ അള്ളാഹു എന്ത് ചെയ്യും? അവന് വലിയ പ്രതിഫലങ്ങൾ, ഇതിനേക്കാൾ വലിയ സുഖം അവന് നൽകും. അതിനേക്കാൾ വലിയ ആനന്ദം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? അവന് നൽകും എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് 3 ഇനം സ്നേഹങ്ങൾ. ഒന്ന് പ്രതിഫലാർഹമായതാണ്. അത് എന്താണ്? വിവാഹം കഴിക്കുക എന്നുള്ളതാണ്. അവന്റെ കീഴിലൂടെ അടിമ സ്ത്രീകൾക്ക് എന്ത് ചെയ്യുക? അവരെ പരിപാലിക്കുക, അവരെ സ്നേഹിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് അള്ളാഹുവിന്റെ കഠിനമായ കോപത്തിന് ഇരയാകുന്നതായ കാര്യമാണ്. അമ്രതുകളായ പുരുഷന്മാരെന്ത് ചെയ്യുക? സ്നേഹിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ മൂന്നാമത്തെ അനുവദനീയമായതാണ്. അനുവദനീയമായതിനെ തൊട്ടും എന്ത് ചെയ്യണം? അകലം പാലിക്കണം. അത് എന്ത് ചെയ്യും? ഒരു മനുഷ്യന്റെ വലിയ ഹള്ളുകളെ ഇല്ലാതെയാക്കി തീർക്കുന്നതാണ്. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ ചില കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. പൊതുവെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം തെളിവുകൾ പറഞ്ഞപ്പെട്ടതുപോലെ എന്ത് ചെയ്തിട്ടുണ്ടാവും? അവർക്ക് സ്ത്രീകളോടും മക്കളോടുമെല്ലാം അവർക്ക് ഒരു ഹുബ്ബ്, അത് അലങ്കൃതമാക്കി തോന്നിക്കും. ഇത് മനുഷ്യ സഹജമാണ്. അത് ആക്ഷേപാർഹമല്ല എന്നുള്ളതാണ്. ഷെയ്ഖ് ഫൗസാൻ വിശദീകരിക്കുന്നുണ്ട് അതിനെ ഹഫിളഹുല്ലാ. ഫലാ ബഅസ ഫീ ഹുബ്ബിൻ നിസാഇ വൽ ബനീൻ ഇല്ലാ ഇദാ ഖദ്ദമഹു അലാ മഹബ്ബത്തില്ലാഹി വ ത്വഅതിഹി ഫഹാദല്ലദീ ഫീഹി ലൗ. അങ്ങനെ അവൻ ഭാര്യമാരെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ മക്കളെ സ്നേഹിക്കുന്നു, ഇത് ആക്ഷേപാർഹമല്ല. ഇല്ലാ ഇദാ ഖദ്ദമഹു അലാ മഹബ്ബത്തില്ലാഹി വ ത്വഅതിഹി. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? അള്ളാഹുവിനോടുള്ള സ്നേഹത്തെക്കാൾ ഇതിനെ മുന്തിക്കാൻ പാടില്ല. അള്ളാഹുവിനെ അനുസരിക്കുന്നതിനേക്കാൾ അള്ളാഹുവിനെ അനുസരിക്കുന്നതിന് തടസ്സമാകാൻ പാടില്ല ഈ സ്നേഹം. ഒരാൾ അവന്റെ ഭാര്യമാരെ സ്നേഹിക്കുന്നു, പക്ഷേ ആ വിഷയത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹുവിനോടുള്ളതായ കടപ്പാടുകൾ ലംഘിക്കുന്നുണ്ട് അവിടെ. അങ്ങനെയാണെങ്കിൽ അത് അപകടമാണ്. ഫഹാദല്ലദീ ഫീഹി ലൗം, അത് ആക്ഷേപാർഹമാണ്. അതിനുശേഷം ഷെയ്ഖ് ഫൗസാൻ പറയുകയാണ്, വല്ലദീന യുനാദൗന ബിതഹരീമി തഅദ്ദുദി സൗജാതി. ചില ആളുകളുണ്ട്, അവർ ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കുന്നത് നിഷിദ്ധമാണ് എന്ന് മുറവിളി കൂട്ടുന്ന ചില ആളുകളുണ്ട്. ഹത്താ മിനല്ലദീന യദ്ദഊനൽ ഇസ്ലാം, മുസ്ലിമാണെന്ന് പറയുന്ന ചില ആളുകൾ തന്നെ അങ്ങനെ വാദിക്കുന്നവരുണ്ട്. യസ്തൻകിറൂന അന്ന റസൂല തസവ്വജ ബിതിസ്ഈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 9 ഭാര്യമാരെ വിവാഹം കഴിച്ചു എന്നുള്ളതിനെ അവരെന്ത് ചെയ്യും? വെറുപ്പോടെ കാണും. വയഖൂലു, എന്നിട്ട് അവർ പറയും, ഹാദാ ദലീലുൻ അലാ അന്നഹു ശഹ്വാനിയുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വികാരത്തിന് അടമപ്പെട്ടവനാണ് എന്ന് ചില ആളുകൾ പറയും. നഊദു ബില്ലാഹ്. വയൽതമിസൂന അത്അന ഫി റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആക്ഷേപങ്ങൾ ചൊരിയും. വഹാദിഹി റിദ്ദത്തുൻ അൻ ദീനിൽ ഇസ്ലാം, ഇത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുള്ള കാര്യമാണ്. വഇദാ ഖാലഹാ മൻ യദ്ദഇൽ ഇസ്ലാമ ഫഹുവ മുർത്തദുൻ, മുസ്ലിം ആണെന്ന് പറയുന്ന ആളാണ് ഇങ്ങനെ വാദിക്കുന്നത് എങ്കിൽ അവൻ മുർത്തദാണ്. അമ്മ ഇദാ ഖാലഹാ കാഫിറുൻ ഫൽ കാഫിറു ലാ ലൗമ അലൈഹി, കാഫിറാണെങ്കിൽ അവന്റെ കാര്യം വിട്ടേക്കുക, കാരണം കുഫ്റാണ് അവനെ ഏറ്റവും വലിയ പാപം എന്നുള്ളത്. അതേപോലെ തന്നെ വഖൗലുൽ യഹൂദി യഖൂലുന ഹാദിഹിൽ മഖാൽ, ഈ കാര്യം പറഞ്ഞിരുന്ന യഹൂദന്മാരാണ്, ജൂതന്മാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിച്ചുകൊണ്ട് ഈ വർത്തമാനം പറഞ്ഞിരുന്നത്. ഫഹാദാ മിൻ അസ്ഹലി മാ യഖൂലുന ഫി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവർ ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും ലളിതമായതാണെന്ത് ഈ പറഞ്ഞത്. ലാകിന്നൽ മുസീബ അൻ യഅതിയ മിൻ അബ്നാഇൽ മുസ്ലിമീന മൻ യദ്ദഇൽ ഇസ്ലാമ വയതനഖസു അർ-റസൂൽ, പക്ഷേ അപകടം അതല്ല. ജൂതന്മാർ ആക്ഷേപിച്ചിരിക്കുന്ന ഈ ആക്ഷേപത്തെ എന്ത് ചെയ്തിരിക്കുന്നു? മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ആളുകൾ ഏറ്റുപിടിച്ചിരിക്കുകയാണ്. അവര് എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നു? ഈ വിഷയത്തിൽ ചെറുതാക്കുന്ന സംസാരങ്ങൾ പറയുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തസവ്വജ ബിതിസ്ഇൻ ലിമസാലിഹിൻ അദീമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 9 പേര് വിവാഹം കഴിച്ചത് വലിയ മഹത്തായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. ലാ ലി അജ്ലി ശഹ്വതി ഫഖത്ത്, കേവലം വികാരത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല. ഫശഹ്വതു ഇദാ സുരിഫത് ഫീമാ അഹല്ലല്ലാഹ് ഫലൈസ ഫീഹാ ബഅസുൻ, ഒരാളുടെ ഷഹ്വത്ത്, അവന്റെ വികാരം അള്ളാഹു അനുവദിച്ചിരിക്കുന്നതായ കാര്യത്തിൽ ഒരാൾ അതിനെ ചെലവഴിച്ചു, എന്നാൽ എന്തില്ല, അനുവദനീയമായ മാർഗത്തിൽ അവരെന്ത് ചെയ്തു? പെരുമാറിക്കഴിഞ്ഞാൽ അത് കുഴപ്പമില്ലാത്ത കാര്യമാണ്.
ലാകിന്നഹു ലം യതസവ്വജ് മിൻ അജ്ലി ശഹ്വത്തി ഫഖത്ത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം വൈകാരികമായ ആവശ്യത്തിനാണോ വിവാഹം കഴിച്ചത്? ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. ബൽ തസവ്വജ ലിമസാലിഹ അദീമ, വലിയ മഹത്തായ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. മിൻ അജ്ലി തഅലീഫിൻ നാസ്, ആളുകളെ ഇണക്കാൻ വേണ്ടിയിട്ടാണ്, വ്യത്യസ്ത ഗോത്രങ്ങളിലുള്ള ആളുകളെ അല്ലെങ്കിൽ വ്യത്യസ്ത സ്വഹാബികളെ ഇണക്കാൻ വേണ്ടിയിട്ട്. വലി അജ്ലി അൻ നിസാഅ യർവീന അൻഹു സുന്നത്തല്ലതി ലാ യത്ലഉ അലൈഹ ഇല്ലാ അഹ്ലു ബൈതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ അവർ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള സുന്നത്തുകൾ ഈ ഭാര്യമാർക്കല്ലാതെ ഉദ്ധരിക്കാൻ സാധിക്കുകയില്ല. അത് ജനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. വലി അജ്ലി അൻ തനാല ഹാദിഹി നിസാ ഷറഫ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ എന്നുള്ള വലിയ പദവി അവർക്ക് ലഭിക്കുക എന്നുള്ള ലക്ഷ്യവുമുണ്ട്. അവർ സ്വർഗത്തിലും എന്തായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമായിരിക്കും. ഇങ്ങനെ വലിയ മസാലിഹകൾ അതിലുണ്ട്. അതേപോലെ തന്നെ വതഅദ്ദുദു സൗജാത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദാ മിൻ ഷറഫിഹി വ മകാരിമിഹി വ കമാലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിച്ചു എന്നുള്ളത് നബിയുടെ മഹത്വത്തിൽപ്പെട്ട കാര്യമാണത്, നബിയുടെ സമ്പൂർണതയിൽപ്പെട്ടതാണത്. വലൈസ മിമ്മാ യുഖദു അലൈഹി, അതിന്റെ പേരിൽ ആക്ഷേപകരമായ ഒരു കാര്യമല്ല അത്. വഹാദാ മിൻ ഫദ്ലില്ലാഹി ജല്ല വഅല അലൈഹി അന്നല്ലാഹ അബാഹ ലഹു അൻ യതസവ്വജ ബിഹാദൽ അദദ്. ഈ എണ്ണം ആളുകളെ വിവാഹം കഴിക്കാൻ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുമതി നൽകി എന്നുള്ള അല്ലാഹുവിന്റെ ഫദ്ലാണ് നബിക്ക് മേലെ. വഹുവ മിൻ ഖവാസിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിഷയത്തിൽ ഈ ഉമ്മത്തിൽ പ്രത്യേക ചെയ്തിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. എന്നാൽ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അമ്മാ അമ്മത്തുൽ മുസ്ലിമീൻ ഫഹും മഖ്സൂറൂന അലാ 40, അവരെ സംബന്ധിച്ചിടത്തോളം 4 പേരെ വിവാഹം കഴിക്കാവൂ എന്ന് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചുരുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ രീതിയിൽ ഒരു മനുഷ്യന്റെ സ്വാഭാവികമായ പ്രകൃതിപരമായ ആവശ്യം എന്ത് ചെയ്യാം? അവർക്ക് നിർവഹിക്കാം ഇസ്ലാം അനുവദിച്ച മേഖലയിൽ നിന്നുകൊണ്ട്. വതഅദ്ദുദു സൗജാത്തി ലൈസ ഖാസൻ ബിൽ ഇസ്ലാമി വലാ ബിർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കുക എന്നുള്ളത് ഇസ്ലാമിലോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമോ പ്രത്യേകമായ കാര്യമല്ല, ഇവിടെ പരിമിതവുമല്ല. ഇസ്ലാം അല്ലാത്ത വ്യത്യസ്ത വിഭാഗങ്ങളിലും അതുണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാത്തവരിലും ഉണ്ടായിട്ടുണ്ട്. ബൽ കാന ഫീ ശരീഅത്തിൽ ഉമ്മമി ഖബല, നമ്മുടെ മുമ്പുള്ള ശരീഅത്തുകളിലെല്ലാം അതുണ്ട്. കമാ കാന ദാവൂദ് സുലൈമാൻ അലൈഹിമുസ്സലാം ഇൻദഹുമാ മിന സൗജാത്തിൽ അദദൽ കസീർ. ദാവൂദ് അലൈഹിസ്സലാം, സുലൈമാൻ അലൈഹിമുസ്സലാം ഇവർക്കെല്ലാം ധാരാളം ഭാര്യമാരുണ്ടായിട്ടുണ്ട്. വകദാലിക ഇബ്രാഹിം അലൈഹിസ്സലാം കാന ഇൻദഹു സാറ ബിന്തു അമ്മിഹി, പിതൃവ്യന്റെ മകളായ സാറ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഭാര്യയായിരുന്നു. വകാനത്ത് മിൻ അജ്മലി നിസാഇൽ ആലം, ലോകത്തുള്ള സ്ത്രീകളിൽ ഏറ്റവും ഭംഗിയുള്ളയാളാണ് ആര്? സാറ. എന്നാൽ വമാ ഹാദാ തസറ ബിഹാജർ ഉമ്മു ഇസ്മായിൽ, എന്നാൽ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ഉമ്മ ഹാജറിനെ അടിമയായി എന്ത് ചെയ്യുന്നുണ്ട്? ഇബ്രാഹിം അലൈഹിസ്സലാം സ്വീകരിക്കുന്നുണ്ട്. ഫതഅദ്ദുദു സൗജാത്തി വസ്സറാരി ഹാദാ അംറുൻ മഹ്മൂദുൻ ഫീഹി മസാലിഹുൻ. അപ്പോൾ ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കുക എന്നുള്ളത്, അതുപോലെ അടിമ സ്ത്രീകൾ സ്വീകരിക്കുക എന്നുള്ളത് അത് മഹ്മൂദായ സ്തുത്യർഹമായ കാര്യമാണ്. ധാരാളം ഫായിദകൾ എന്തുണ്ട്? മസ്ലഹത്തുകൾ ഒരു മനുഷ്യന് അതിലുണ്ട്. എന്നാൽ നിഷിദ്ധമായ രീതിയിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെ പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ സ്തുത്യർഹമായി കാണുകയും ഇസ്ലാം അനുവദിച്ചിരിക്കുന്ന മേഖലയിൽ അത് ചെയ്യുന്നതിനെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഇത് ഒരു വിരോധാഭാസമാണ് എന്ന് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ല അതിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ കുറച്ച് ഭാഗങ്ങൾ കൂടിയിട്ടാണ് ഈ കിതാബിൽ അവശേഷിക്കുന്നത്. അവസാനത്തെ 2 അധ്യായങ്ങൾ കൂടിയിട്ടാണ് ബാക്കിയുള്ളത്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച സംസാരിക്കാം. അള്ളാഹു കാര്യങ്ങളെ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. മരിക്കോളം അള്ളാഹുവിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി നിഷിദ്ധങ്ങളിൽ നിന്ന് മാറി ജീവിക്കാൻ നല്ല തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.